ഈ നിൽക്കുന്ന ആരാന്നറിയുമോ? ഇല്ല കൊച്ചമ്പ്രാട്ടി. എന്റെ മുറച്ചെറുക്കനാ, പുത്തൂരൻ വീട്ടിലെ ആരോമൽ ചേകവർ. എടി പെണ്ണുങ്ങളെ, ചേടാ, നീ അറിയുമോ ഈ നിൽക്കുന്ന കൊന്നപ്പൂവിനെ? ഇല്ല. എന്റെ മുറപ്പെണ്ണാണ്, മികവിൽ മികച്ചേരി വീട്ടിലെ തുമ്പോലാർച്ച. കണ്ണ് തീരെ തുറക്കുന്നില്ലല്ലോ. തൃപ്പൻകൊട്ടപ്പ, അധികമായാൽ അമൃതം വിഷമാണ്. ഈ പെൺകുടിമാർ അങ്ങയ്ക്ക് തരേണ്ടതെല്ലാം തന്നു കഴിഞ്ഞു. ഇനി അടിയങ്ങളുടെ ഊഴമാണ്. ഈ പെൺകുടിമാരെ ഇനിയെങ്കിലും ഒന്ന് മോചിപ്പിച്ച് തന്നൂടെ തിരുപ്പൻകോട്ടപ്പ? എന്താ പേര്? പൊന്നി. തുമ്പോലാച്ചമ്മയുടെ തോഴിമാരായിരിക്കും എല്ലാരും, അല്ലേ? അമ്മയേക്കാൾ സുന്ദരിമാരാണല്ലോ എല്ലാരും. നമ്മുടെ പേരെന്താ? എന്റെ പേര് പൊന്നൻ. എന്താ വല്ലാത്ത ഒരു നോട്ടം? നാളേറെ ആയല്ലോ കണ്ടിട്ട്. നനച്ചിരിക്കാതെ കണ്ടപ്പോൾ കണ്ണു പറിക്കാനും തോന്നുന്നില്ല. കണ്ണിൽ കണ്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ എന്നും ഈ കൊന്നപ്പൂ വിരിഞ്ഞു നിൽക്കും. ഇങ്ങനെ കണ്ടും കേട്ടും കൊതിച്ചു നിൽക്കാൻ ഈ ആരോമലിന് കഴിയില്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോടും അമ്മയോടും വീട്ടിൽ ചെന്ന് പറയും, എന്റെ മുറപ്പെണ്ണിനെ എനിക്ക്. മുറപ്പെണ്ണ് പറഞ്ഞു മയക്കാൻ ആൾ പണ്ടേ വിരുദനാ. അന്ന് ശിഷ്യമാരും ഒത്തും മേപ്പാടിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അയ്യോ, എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? ഞാൻ താമരക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് ആ താമരക്കുളത്തിൽ കുളിക്കാമായിരുന്നല്ലോ. എന്നെ കാണുമ്പോഴൊക്കെ ഈ കുട്ടിക്കളിയ. അന്ന് നമ്മൾ ഒരുമിച്ച് താമരക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതും നിനക്ക് ഞാനൊരു താമരപ്പൂ പറിച്ചു തന്നതും. അതെ അതെ, വെള്ളം കുടിച്ച് വയറ് വീർത്ത് മരിക്കാൻ പോയപ്പോൾ ഞാൻ കൂവി വിളിച്ച് ആളെ കൂട്ടിയതും. ശരിയാ ശരിയാ. ആളുകളെല്ലാം ഓടി വന്നപ്പോ ഞാൻ ഉടുതുണി ഇല്ലാതെ നിന്നതും നിന്റെ ഉടുതുണി എനിക്ക് അഴിച്ചു തന്നതും. അപ്പോഴെനിക്ക് നാണം വന്നത്. ഒടുവിൽ ഒരേ തുണി നമ്മൾ രണ്ടുപേരും ചേർന്നെടുത്ത് ഓടി വീട്ടിലെത്തിയത്. നമ്മുടെ അന്നത്തെ ആ നിൽപ്പ് കണ്ട് നിന്റെ അച്ഛൻ ഉദയപ്പുരമ്മാവൻ മീശയും മുറുക്കി ചുഴൽക്കൂലുമായി വന്നതുമൊക്കെ ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. ശരിയാ, പക്ഷേ ഇപ്പോഴെന്നെ കാണുമ്പോൾ മാത്രം ഈ കടുക് വറുക്കുന്ന പ്രണയം കളവിൽ ചെന്നാൽ പിന്നെ വാളായി ഉറുമിയായി ശിഷ്യന്മാരായി. അച്ഛൻ, അടുത്ത അല്ലിമലർക്കാവിലെ കൂത്തിനു മുമ്പ് നിനക്ക് ഞാൻ പുടവ തരും. മയിൽപേരി വിധാനിച്ച് അരയെന്നെ കിളിച്ചുണ്ടൻ കളിത്തോണിയിൽ പാട്ടും പാടി ഓരപ്പുഴയിലൂടെ നിന്നെ ഞാൻ പുത്തൂരം വീട്ടിൽ കൊണ്ടുപോകും. ഇരുട്ടും വെളിച്ചവും നോക്കാതെ നിന്നെ ഞാൻ വാരിക്കോരി പുലരും. അങ്ങോട്ട് അടുപ്പിക്കും. വെളിച്ചം കാണുന്ന തറവാടിനോട് അടുപ്പിക്കും. അല്ല, കൊച്ചുതമ്പുരാട്ടി ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഈ കാറ്റും കോളും കാരണം എനിക്ക് ഉറക്കമില്ല. കൊച്ചുതമ്പുരാട്ടി, ഒരു വഴിയാത്രക്കാർ വന്ന് അഭയം ചോദിക്കുന്നു. അതിൽ ഒരു ഗർഭിണിയും ഉണ്ട്. വേഗം പോയി വിളിച്ചോണ്ട് വരും. കൊച്ചമ്പരായിട്ട് സമ്മതിച്ചു, അകത്തേക്ക് വരും. വരും മോളെ, വരും മോളെ. കരയാതിരിക്കും, കരയാതിരിക്കും മോളെ. വരും വരും.
കരയാതിരിക്കും മോളെ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? 10 നാഴി അകലെന്ന് വരികയാണ്. ഇത് എന്റെ മകളാണ്. പ്രസവത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് നോവ് കെട്ടിയത്. ആഹാ, നിങ്ങൾ ആണുങ്ങൾ അവിടെ ഇരിക്കുന്നു. പിടിക്കൂ. പൊന്നി, നീ വേഗം പോയി ആ പതിച്ച് വിളിച്ചോണ്ട് വരും. പോയി. ഒന്ന് വേഗം വരൂ വൈറ്റാട്ടി. മകൾ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞ്. പേടിക്കണ്ട. എന്താ പേര്? എവിടെയാ വീട്? ഞങ്ങളുടെ വീട് 10 നാഴി അകലെയാണ്. ഇവളുടെ പേര് കുട്ടിമാണി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഇനി ഉറക്കാനുള്ള ചിരിക്കണമെന്നില്ല. പോയി കിടന്നുറങ്ങിയട്ടെ, ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോളൂ. അയ്യോ വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. കുഞ്ഞു പോയി കിടന്നുറങ്ങിയട്ടെ. പോയാ പോയാ. ഈ സ്ത്രീകളുടെ ഒരു കഷ്ടപ്പാടെ നേരെ തമ്പുരാട്ടി. ഉറവാളും ഉറപ്പിച്ച് മീശയും പിരിച്ച് കണ്ണാളെ കുറ്റം പറയാൻ ഈ ആണുങ്ങൾക്ക് എത്ര എളുപ്പം കഴിയും. ഈ പേരിന്റെ ഒരു നോവിന് വിലയുണ്ടോ അവരുടെ കഷ്ടപ്പാട്? ശരിയാ. നീ വിളക്കണച്ച് പോയി കിടന്നു ഉറങ്ങിക്കോ. കുഞ്ഞുമൂലി, കുഞ്ഞുമൂലി, വേണ്ട. ഈ കുഞ്ഞിന് നമുക്ക് വേണ്ട. ഈ കുഞ്ഞിന് നമുക്ക് വേണ്ട. അയ്യോ, എന്റെ കുഞ്ഞ് വേണ്ട. കുഞ്ഞു